മുല്ലപ്പെരിയാർ അണക്കെട്ട് വീണ്ടും ചർച്ചകളിൽ ഇടം നേടുന്ന ഈ സമയത്ത് 127 വർഷം പഴക്കമുള്ള ഈ അണക്കെട്ടിനെ സംബന്ധിച്ച് അന്വേഷിച്ചറിഞ്ഞ ചില വസ്തുതകൾ കേട്ടാലോ? കേരളത്തിലെ ഏറ്റവും ജലസമ്പത്തുള്ള നദിയാണ് പെരിയാർ. കേരള തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന പെരിയാർ ഏകദേശം 50 കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാറുമായി ചേർന്ന് മുല്ലപ്പെരിയാറാകുന്നു. ഈ നദിക്ക് കുറുകെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന പടുകൂറ്റൻ നിർമ്മിതി. തമിഴ്നാട്ടിലെ വൈഗാ നദിയുടെ താഴ്വര പ്രദേശങ്ങളായ മധുര, കമ്പം, ഡിണ്ടിഗൽ, തേനി, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങിയ പ്രദേശങ്ങൾക്ക് ജലസേചനത്തിനായിട്ടാണ് പെരിയാർ വൈഗ ജലസേചന പദ്ധതിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. തമിഴ്നാട്ടിലെ ഏകദേശം 5 ജില്ലകളിലേക്കുള്ള കുടിവെള്ളത്തിനും 70,000 ഹെക്ടർ ഭൂമിയിലേക്കുള്ള കൃഷി ആവശ്യത്തിനുമായുള്ള പരിഹാരമായിട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടത്. കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ ചെന്നു ചേരുന്ന പെരിയാർ നദിയിലെ മഴക്കാലത്തുണ്ടാകുന്ന പ്രളയത്തിനും തമിഴ്നാട്ടിൽ കൂടി ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്ന വൈഗാ നദിയിൽ വേനൽക്കാലത്തുണ്ടാകുന്ന വരൾച്ചയ്ക്കുമുള്ള പോംവഴിയായി ഒരണക്കെട്ട്. ആ അണക്കെട്ടിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അക്കാലത്തെ ഭരണകൂടങ്ങൾ ആലോചിക്കുന്നതും മുല്ലപ്പെരിയാർ അണക്കെട്ടെന്ന ആശയത്തിന് 1779 തുടക്കമാവുന്നതും അങ്ങനെയാണ്. നിർമ്മാണ കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ വലിയ അണക്കെട്ടുകളിലൊന്നായ മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണ വസ്തുക്കൾ ശർക്കരയും ചുണ്ണാമ്പും ചേർന്ന സുർക്കയും കരിങ്കല്ലുകളും മറ്റുമാണ്. അണക്കെട്ടിന്റെ നിർമ്മാണമാണ് പെരിയാർ വന്യജീവി സങ്കേതവും തേക്കടി തടാകവും ഉൾപ്പെടുന്ന അത്യമൂല്യവും അതിമനോഹരവുമായ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് നിദാനമായത്. 1882 ക്യാപ്റ്റൻ ജോൺ പെനിക്വിക് ഈ അണക്കെട്ടിന്റെ നിർമ്മാണ നേതൃത്വം ഏറ്റെടുക്കുകയും പിന്നീട് 1886 തിരുവിതാംകൂർ രാജ്യവും ബ്രിട്ടീഷ് സർക്കാരുമായി അണക്കെട്ടിനെ സംബന്ധിക്കുന്ന പാട്ടക്കരാറിൽ ഒപ്പുവെക്കുകയും 1887 ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. നിർമ്മാണ വേളയിൽ വളരെയേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും ക്യാപ്റ്റൻ ജോൺ പെനിക്വിക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ 1895 കാടിന് നടുവിൽ മുല്ലപ്പെരിയാർ എന്ന വിസ്മയത്തിന്റെ പണി പൂർത്തീകരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു ഗ്രാവിറ്റി ഡാം അഥവാ ഗുരുത്വാകർഷണ അണക്കെട്ടാണ്. ഖരം അഥവാ സോളിഡ് ഘടനയിലുള്ള ഈ നിർമ്മിതികൾ പ്രധാനമായും ഒരു നദിക്ക് കുറുകെ ജലസംഭരണി സൃഷ്ടിക്കുന്നതിനായി നിർമ്മിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള അണക്കെട്ടുകൾ അതിനെതിരെ തള്ളുന്ന ജലം ചെലുത്തുന്ന ശക്തികളെ നേരിടാൻ സ്വന്തം ഭാരത്തെയും ഫൗണ്ടേഷൻ അഥവാ അടിത്തറ നൽകുന്ന പ്രതിരോധത്തെയും ആശ്രയിക്കുന്നു. അതുകൊണ്ട് തന്നെ അണക്കെട്ടിന്റെ റിസർവോയർ അഥവാ ജലസംഭരണിയിലേക്ക് വരാനുള്ള ജലത്തിന്റെ പരമാവധി പ്രഷർ കണക്കാക്കി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന ഭാരത്തിലാണ് ഗ്രാവിറ്റി ഡാമുകൾ നിർമ്മിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടും അപ്രകാരം നിർമ്മിച്ച ഒന്നാണ്. എന്നാൽ വളരെ കാലമായി കേരള തമിഴ്നാട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയത്തിന് കാരണമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. 1961 വെള്ളപ്പൊക്കത്തെ തുടർന്ന് അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന തരത്തിൽ പ്രമുഖ വർത്തമാന പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അക്കാലത്ത് വന്ന വാർത്തയാണ് ആശങ്കകൾക്കും വിവാദങ്ങൾക്കും തുടക്കമിട്ടത്. എന്നാൽ ആശങ്കകൾ ഏറെ ഉണ്ടെങ്കിലും സുപ്രീം കോടതി തമിഴ്നാട്ടിന് അനുകൂലമായിട്ടാണ് വിധി പ്രസ്താവിച്ചത്. ഈ അനുകൂല വിധി പ്രസ്താവനയുടെ കാരണം അണക്കെട്ടിനെ ബലപ്പെടുത്താനായി തമിഴ്നാട് 3 വിവിധ ഘട്ടങ്ങളിലായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാകാം. അതിലൊന്നാമത്തേത് ഗ്രാവിറ്റി അഥവാ വെയിറ്റ് കൂട്ടാനായി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മുഴുവൻ നീളത്തിലും കോൺക്രീറ്റ് പാളികൾ നിർമ്മിക്കുകയും അപ്രകാരം 12,000 ടൺ ഭാരം കൂട്ടുകയും ചെയ്തുവത്രേ. രണ്ടാമതായി ചെയ്തത് ബാക്കപ്പ് ഫൗണ്ടേഷന്റെ നിർമ്മാണമാണ്. ഇതിനായി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പിൻഭാഗത്തായി 10 അടി താഴ്ചയിൽ ഫൗണ്ടേഷൻ ചെയ്ത് 145 അടി ഉയരത്തിലും 35 അടി വീതിയിലേക്കും മുകളിലേക്ക് സിമന്റ് കോൺക്രീറ്റ് ചുവർ നിർമ്മിക്കുകയും പഴയ നിർമ്മിതിയും പുതുതായി പണിതീർത്ത കോൺക്രീറ്റ് ചുവരും ഒന്നിച്ചു നിൽക്കുന്ന നിലയിലാക്കി ബലപ്പെടുത്തൽ നടത്തുകയും ചെയ്തു. മൂന്നാമതായി അണക്കെട്ട് ബലപ്പെടുത്തുന്നതിന്
ഡീകമ്മീഷനിങ് പ്രക്രിയയാണ് നടത്തിയത്. ഇതിനായി അണക്കെട്ടിന്റെ മുകളിൽ നിന്നും ഉള്ളിൽ കൂടി താഴേക്ക് പ്രീ ടെൻഷൻ കേബിളുകൾ അഥവാ ടെൻഡനുകൾ ഇറക്കി അണക്കെട്ടിന് താഴ്ഭാഗത്തുള്ള പാറയിലേക്ക് ഉറപ്പിച്ച് കോൺക്രീറ്റ് ചെയ്ത് ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു അണക്കെട്ട് ഡീകമ്മീഷൻ അഥവാ പ്രവർത്തനഹീനമാക്കുക എന്നത് നിസ്സാരവും അത്ര എളുപ്പത്തിൽ സാധിക്കുന്നതുമായ ഒരു കാര്യമല്ല. എന്നാൽ ഇരു സംസ്ഥാനങ്ങളും യോജിച്ച് അണക്കെട്ടിന്റെ സംഭരണശേഷി കുറയ്ക്കുകയും അപകട മേഖലകളെ തരംതിരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുകയുമൊക്കെ എളുപ്പത്തിൽ പ്രാവർത്തികമാവുന്ന പോംവഴികളാണ്. സമൂഹത്തിലേക്ക് അനാവശ്യ ഭീതി പടർത്തുന്നതിന് പകരം ശുഭപ്രതീക്ഷയോടെ ചിന്തിക്കാം, പ്രവർത്തിക്കാം. നന്ദി.